അടുത്തായിട്ട് നമുക്ക് ടാറ്റ കെമിക്കൽസിലേക്ക് കൂടി വരികയാണ്. ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ പ്രൊജക്റ്റുകളും പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെയാണ് വരുന്നത്. തുടർച്ചയായിട്ട് ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഓഹരിയാണ് ടാറ്റ കെമിക്കൽസ്. ഏകദേശം ഒരു സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു 2 അല്ലെങ്കിൽ 1.5-2 മാസത്തോളമായിട്ട് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പൊസിഷനാണ് കാണുന്നത്. സോ ടാറ്റ കെമിക്കൽസ് ഓഹരികളിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എന്താണ് സഫാൻ? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ്, കൂടാതെ ഡബിൾ ടോപ്പ് ബേസ്ഡ് അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ സെപ്റ്റംബറിലാണ് ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 17th സെപ്റ്റംബറിലാണ് ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാനൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് 1016 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി വീക്ക് 8ലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വീക്കർ ഹാൻഡ്സ് ഹോൾഡിംഗ് പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഹൈ ഫോർമേഷൻ വരാത്തിടത്തോളം വീണ്ടും ഒരു കറക്ഷൻ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.